നമസ്കാരം, എൻ്റെ പേര് വത്സല. ദ്രവ്യ ഈ ഹെയർ ഓയിൽ തേച്ചാൻ തുടങ്ങിയതിന് ശേഷം നന്നായി മുടി വന്നു. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ വീഡിയോ ഇറങ്ങിയതിനു ശേഷം കുറച്ചുപേരെങ്കിലും ചെറിയ രീതിയിൽ നെഗറ്റീവ് കമന്റ്സ് ഇട്ടത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ചിലർ പറയുന്നത് ഇതൊക്കെ തള്ളുന്നതാണ്, സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ. അതുകൊണ്ട് ഒന്നുകൂടെ വത്സലേച്ചിനെ ഒന്ന് പോയി കാണാൻ നമ്മൾ തീരുമാനിച്ചു. ഗുഡ് മോർണിംഗ് വത്സലേച്ചി. ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വത്സലേച്ചിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്തേ പൈസ കൊടുത്തിട്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്, പിന്നെ ഫേക്കായിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞു. ഒരിക്കലുമല്ല. നിങ്ങളാ ഞാൻ ഓയിലിന് പറഞ്ഞു, നിങ്ങൾ ഓയിലും കൊണ്ട് വന്ന് അപ്പോൾ നമ്മൾ എടുത്തു, അത്രയല്ലേ ഉള്ളൂ. ഞാനിതിപ്പം ഉപയോഗിക്കാൻ തുടങ്ങി കുറേ കാലമായില്ലേ. പിന്നെ അതിലിടക്ക് പിന്നെ ഞാൻ മുട്ടയടിച്ചപ്പോൾ ഒന്നും കൂടി അത് സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അല്ലാണ്ട് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടൊന്നും പറയുന്നത് അങ്ങനെ പറയാൻ പറ്റുമോ? അത് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളെ അനുഭവമല്ലേ നമ്മൾ പറയാ, അല്ലാണ്ട് നിങ്ങൾ പൈസ തന്നിട്ട് നമ്മളിപ്പോൾ പറയണമെന്നുണ്ടാ? നിങ്ങൾ ഒരു ഓയിലിന് എത്ര കൊടുക്കാൻ പറ്റും? ഒരാൾക്ക് 1 ലക്ഷം 2 ലക്ഷം കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കൊടുത്താലും ഒരു 1000-500 കൊടുക്കാൻ പറ്റുമായിരിക്കും. 1000-500 കൊണ്ട് എനിക്ക് എന്ത് മതി? അവർക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യം ഉള്ളതുപോലെ പറഞ്ഞതാണ്. അല്ലാണ്ട് ഞാൻ ഒന്ന് നിങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് പറയാനും കഴിയില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ അനുഭവത്തിലുള്ളതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഒരാൾ അന്നേരം കണ്ട് അപ്പൊ അത് പറഞ്ഞതാണ്. അല്ലാതെ ഒരിക്കലും ഒരാൾ നിങ്ങൾ പറയിപ്പിച്ചാൽ എനിക്ക് അതുപോലെ പറയാൻ പറ്റില്ല. ഒരിക്കലും തള്ളരുത്. അവരോട് വന്ന് മേടിച്ച് ഉപയോഗിക്കാൻ പറയും. ഒരു ദിവസമല്ല, ഒരു 6 മാസമല്ല, 1 വർഷം കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറയും. അന്നേരം റിസൾട്ട് അവർക്കും കിട്ടുമല്ല, റിസൾട്ട് അവർക്കും വരും. ഞാൻ കൊറോണക്ക് മുന്നേ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ആ കൊറോണ വന്ന സമയത്ത് കുറച്ചൊന്ന് നിന്നല്ല. അത് കഴിഞ്ഞ് കൊറോണ കഴിഞ്ഞ് ഇപ്പം കഴിഞ്ഞ വർഷമല്ലേ, അതിൻ്റെ ഇപ്പം ലാസ്റ്റ് നമ്മളെടുത്തത് ഒരു ഏപ്രിലല്ലേ നമ്മൾ എടുത്തത്. ഇലക്ഷൻ ആയ ദിവസം അടുത്തിന്. അപ്പം അന്നേരം ഞാൻ ഫുൾ മുട്ടയടിച്ചിട്ടാണ് ഉള്ളത്. അപ്പം ഇതിന് ശേഷം ഞാനിപ്പോൾ നിങ്ങൾ ഈ ഓയിലിന് ഞാൻ തേക്കുന്നത്, വേറെ ഓയിലൊന്നും ഞാൻ തേക്കല്ല. ഇതാ ഇപ്പം എനിക്ക് ഇത്രയും മുടി വന്നില്ലേ, നോക്കിക്കോ നിങ്ങൾ എത്രയാ, എങ്ങനെയുണ്ട്, എത്രയാണെന്നൊന്നും കാണുന്നില്ല. നല്ല തിക്കായിട്ടില്ല, തീർത്തും മുട്ടയടിച്ചല്ലേ. ഇത്രയും വന്ന് എന്നെ വലിയ